Redmi 10a എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi 10a എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Redmi 10aയിൽ 6.53 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുക്കാത്തതോ അല്ലെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാത്തതോ ഒന്നും തന്നെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണാണ്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ സാധാരണ എല്ലാ ഫോണുകളിലും ഇതുപോലുള്ള HD റെസൊല്യൂഷനും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനും 60 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G25 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ ഏകദേശം 8300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. തരക്കേടില്ലാത്ത ഒരു എൻട്രി ലെവൽ പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. 5G ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 512GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള MIUI 12.5 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഫോണിൻ്റെ പിന്നിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ചൈനയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 699 യുവാൻ എന്ന പ്രൈസ് റേഞ്ചിലാണ്. അതായത് ഏകദേശം 8300 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Redmi 10 എന്ന ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 8300 രൂപ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ഒരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സും ഇതിൽ വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ എന്നൊക്കെ പറയാം. എന്തായാലും Redmi 10 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ ഇന്ത്യയിൽ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.